വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് ആന്ധ്രാപ്രദേശിലോട്ട് ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇതൊരു 5 days ട്രിപ്പാണ്. അപ്പം ലെറ്റ്സ് ഗോ. ഇപ്പോൾ ടൈം മോർണിംഗ് ഒരു 4:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ണൂർ ഇരിട്ടി വഴിയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ. വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടെന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കൊടകിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കാറ് സ്ലോ ആക്കിയപ്പം അതും കാറിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വരുവാ. വല്ലതും തിന്നാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാവും. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡിൻ്റെ 2 സൈഡിലും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ബിൽഡിങ്സിനേക്കാളും കൂടുതലായിട്ട് മലകളും ചെടികളും ഒക്കെ തന്നെയാണുള്ളത്. ഈ ഒരു ഏരിയ എത്തിയപ്പം പുറത്ത് ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ വഴി നമ്മൾ പാസ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ആന്ധ്രയിലെത്തി. അവിടെ ഏതോ ഒരു ശ്രീരാമ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ശ്രീരാമൻ്റെ വലിയ സ്റ്റാച്ചു കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ 8 o'clock ആകുമ്പോഴേക്കും തിരുപ്പതിയിൽ കല്യാണ വീട്ടിലേക്ക് എത്തി. ഇവിടെ എല്ലാവരും ഫ്ലവേഴ്സ് കൊണ്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7:30 മുതലൊരു 9:30 വരെ ഹെൽത്തി ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ നൈറ്റിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിലത്ത് കോലങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ടായി. റെഡ് ഡ്രസ് ഇട്ടിട്ടുള്ളതാണ് ബ്രൈഡ്. ഇവിടെ ഒരു ട്രേയിൽ 4 ബൗൾ വെച്ചിട്ടുണ്ട്. ഒന്നിൽ കുങ്കുമാണ്, അത് ബ്രൈഡിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കണം. പിന്നെയുള്ളത് മഞ്ഞളെടുത്ത് കുട്ടിയുടെ ഫേസിലും കയ്യിലൊക്കെ പുരട്ടി കൊടുക്കണം. പിന്നെ ഓയിലെടുത്ത് തലയിൽ 3 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ അരിയെടുത്ത് കുട്ടിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കും. ഈ ഒരു കാര്യം സെയിം തന്നെ യെല്ലോ ഡ്രസ് ഇട്ട് എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. बांध के आवेगा और गेल तने ले जावे, वो घोड़ी चढ़ के आवेगा और गेल तने ले जावे. याद आवेगी बहुत घड़ी जो बचपन में हम खेली रे, कभी पिया के घर जाके तू भूल जावे सहेली रे. അതിനുശേഷം ഇവിടെ പുറത്ത് കുറേ ബക്കറ്റിൽ നിറച്ചും വെള്ളവും കുറച്ച് പൂവും ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കല്യാണപ്പെണ്ണ് യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്ന് ഇരുന്നിട്ടുണ്ട്.
കുറച്ച് പേര് ബ്രൈഡിൻ്റെ ഹെഡിൻ്റെ മുകളിലായിട്ട് സ്ട്രെയിനർ പിടിച്ചെടുക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ആ ഫ്ലവറും വെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണ്. जब हमारी दिल्लियों पर आएगा कुलदीप जांगड़ा के घोले मारायो सारा गाम सरावेगा कुलदीप ഇപ്പോൾ ഒഴിച്ചു കൊടുക്കലൊക്കെ നിർത്തിയിട്ട് വെള്ളം ത്രോ ചെയ്യുകയാണ്. सारा गाम सरावेगा बहु बन के मंगारी जावे तन्ने देखण ने सब आवे तू बहु बन के मंगारी जावे. അപ്പോൾ ഹെൽത്തി ഫംഗ്ഷനും വാട്ടർ ഫെസ്റ്റിവലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10:30 ആയി. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഹാളിൽ 2 വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്വീറ്റ്സും ഫ്രൂട്ട്സും തേങ്ങയും പൂമാലയൊക്കെ വെച്ചിട്ടുണ്ട്. ബ്രൈഡിനെ ആ പലകയിൽ ഇരുത്തിയ ശേഷം കുട്ടിയുടെ അമ്മാവനും അമ്മായിയും കൂടി കഴുത്തിൽ പൂമാല ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നീട് കാലിൻ്റെ വിരലിൽ മിഞ്ചി ഇട്ട് കൊടുക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട്. അതിനുശേഷം കുട്ടിയുടെ പാരൻസ് കുങ്കുമം തൊട്ട് കൊടുക്കുന്നു, ഫേസിൽ ചന്ദനം അപ്ലൈ ചെയ്യുന്നു, പിന്നെ ഫ്ലവേഴ്സ് തലയിൽ വെച്ച് കൊടുക്കുന്നു, ലാസ്റ്റ് അരി തലയിൽ വെച്ച് അനുഗ്രഹം കൊടുക്കുന്നു. ഇതുപോലെ സെയിം അവിടെയുള്ള ഓരോരുത്തരും ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ കുട്ടി ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കിട്ടി കേട്ടോ ഒരു ഗിഫ്റ്റ്. അതിൽ ബ്ലൗസിൻ്റെ തുണിയും സ്വീറ്റ്സും ആണ് കേട്ടോ ഉള്ളത്. അതിനുശേഷം ബ്രൈഡിന് കർപ്പൂരം ഒഴിഞ്ഞ് ഫംഗ്ഷൻ അവസാനിക്കുകയാണ് ഇവിടെ. നെക്സ്റ്റ് ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ പിന്നെ ഫ്രീ ആണല്ലോ. അപ്പോൾ എന്തായാലും തിരുപ്പതി വരെ എത്തി. ആ ഒരു സ്ഥിതിക്ക് തിരുമലയിൽ പോകാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച ശേഷം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ്സാണ് ട്രാവൽ ചെയ്യേണ്ടത് തിരുമലയിലേക്ക്. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ദർശനം നടത്തണമെങ്കിൽ ഒരുപാട് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്.
അപ്പോൾ ഇവിടുത്തെ അങ്കിളുടെ ബ്രദർ അവിടെ തിരുമലയത്തെ സ്റ്റാഫാണ്. സോ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇപ്പം നവരാത്രിയുടെ സീസണും കൂടി ആയതുകൊണ്ട് അവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി പറഞ്ഞു. അതാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്ലാൻ അങ്ങോട്ടേക്ക് മാറ്റിയത്. അവിടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ഫോൺസ് ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ കാറിൽ തന്നെ ഫോണൊക്കെ വെക്കാണ് ചെയ്തത്. പിന്നെ സ്റ്റാഫ്സിൻ്റെ സഹായത്തോടു കൂടി ക്യൂ പോലെ നിൽക്കാതെ തന്നെ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റി. അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഫുൾ ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നവരാത്രി അല്ലേ, ഇറ്റ്സ് റിയലി സൂപ്പർബ്. അങ്ങനെ ദർശനം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ കാണുന്നത് ജനറേറ്റർ ഓഫീസാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടായത്. നവരാത്രിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ജനറേറ്റർ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടോട്ടൽ 18 ജനറേറ്റേഴ്സ് ഉണ്ട് അത്രേ. അവിടെ തിരുമലയിൽ കറണ്ട് പോവുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ജനറേറ്റർ ഓൺ ആവും എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ശ്രീ വെങ്കടേശ്വര മ്യൂസിയം കൂടിയുണ്ട്. നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇത് ഔട്ട്സൈഡ് വ്യൂ ആണ് കേട്ടോ. അകത്ത് കയറിക്കഴിഞ്ഞാൽ ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ ആർക്കും കൊറോണയൊന്നും പേടിയില്ലെന്ന് തോന്നുന്നു. ഒരാൾ പോലും മാസ്ക് ഇട്ടതായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. ഈവൻ പോലീസുകാർ പോലും മാസ്ക് ഇടാതെയാണ് നടക്കുന്നത്. ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ നേരെ ഫ്രണ്ടിലാണ് മ്യൂസിയത്തിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്ത് ഇതുപോലുള്ള വിഗ്രഹങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഉള്ളത്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹം നമ്മളെ അമ്പലത്തിൻ്റെ പുറത്തെ സൈഡിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി കൊണ്ടുപോവാണ്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള പല ടൈപ്പിൽ ഡിസൈൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം നവരാത്രി സീസൺ ആയതുകൊണ്ട് ഇവിടെ ഫ്ലവേഴ്സും ലൈറ്റ്സൊക്കെ കൊണ്ട് തിരുമല ഒട്ടാകെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണുള്ളത്. നോർമലി ഉത്സവ ടൈമിലൊക്കെ 2-3 ഹവേഴ്സ് സ്വാമിജീൻ്റെ പ്രഭാഷണം ഉണ്ടാവും അത്രേ. ആ പ്രഭാഷണം കേൾക്കാനായിട്ട് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ് ഈ ചുറ്റിലും കാണുന്നത്. ഇപ്പം നമ്മൾ അന്നപ്രസാദ സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡെയിലി 3 നേരവും പ്രസാദം കൊടുക്കും അത്രേ. ഇവിടുത്തെ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗം തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ കാണുന്നത് അന്നപ്രസാദ സെൻറ്ററിൻ്റെ അകത്തുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഫുഡ് കൊടുക്കുന്ന ഹാള്. ഇത് മാത്രമല്ല വേറെ 2 ഹാൾസ് കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പ്രസാദം കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇല കീറിയുകൊണ്ടാണത്രേ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇല വെച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് കാണുന്നത് ചമ്മന്തി ആട്ടോ. പിന്നെയുള്ളത് മിക്സഡ് ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ്. ആ വൈറ്റ് കളറിൽ കാണുന്നത് സ്വീറ്റാണ്. അപ്പോൾ ചോറിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ചോറിനെ 3ആയിട്ട് വേർതിരിക്കാൻ. ഒന്ന് സാമ്പാർ ഒഴിച്ച് കഴിക്കാനും, പിന്നെ ഒന്ന് രസം ഒഴിച്ച് കഴിക്കാനും, അവസാനം തൈര് ഒഴിച്ച് കഴിക്കാനും അത്രേ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുള്ള ലൈറ്റിങ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങിലും പല ടൈപ്പിലുള്ള ലൈറ്റിങ്സാണ് വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തിരുമല ഇത്രയും ക്രൗഡഡ് അല്ലാതെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ നവരാത്രി ടൈമിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ കാണുന്നതാണ് ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ഫ്രണ്ട് വ്യൂ. తిరుపతి వెంకటరమణ సూపవమామి
ഇതാണ് ലഡു പ്രസാദം കിട്ടുന്ന കൗണ്ടർ. ഇപ്പം നമ്മൾ എക്സിറ്റിലൂടെ പുറത്തേക്ക് വന്നു. ഇപ്പം കാണുന്നതാണ് നമ്മൾ നേരത്തെ പോയ മ്യൂസിയം. അതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് ഇത്. അപ്പം നമ്മുടെ കൂടെ ഫോട്ടോയിലുള്ള ഇദ്ദേഹമാണ് അവിടുത്തെ സ്റ്റാഫ് ശേഖരണ്ണൻ. ഇദ്ദേഹം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് തിരുമല മൊത്തം കാണാൻ പറ്റിയത്. അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ഹിം. അവിടുന്ന് നമ്മൾ തിരിച്ച് കല്യാണ വീട്ടിലേക്ക് പുറപ്പെടുവാണ്. ഇതൊക്കെ ടെമ്പിളിൻ്റെ ഔട്ട്സൈഡ് വ്യൂസ് ആണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് കൊറോണ ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് തിരുമല ഡെക്കറേറ്റ് ചെയ്തത് എന്നാണ്. ഈ കാണുന്നതൊക്കെ സിമ്പിൾ ഡെക്കറേഷൻ ആണെങ്കിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡെക്കറേഷൻസ് ഒക്കെ എന്തായിരിക്കും അല്ലേ? ഇപ്പം കാണുന്നതാണ് തിരുമല ഇറങ്ങുമ്പോഴുള്ള താഴത്തെ വ്യൂസ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു മെഹന്തി ഇട്ട് കൊടുക്കൽ. ഇന്നിപ്പോൾ വെഡ്ഡിങ് ഡേ ആണ്. സോ വി ആർ ലിവിങ് ടു ദ ഹോട്ടൽ. അത് ഇവിടെ നിന്ന് ഒരു 3 hours ട്രാവൽ ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ബസ്സും കാറും ഒക്കെ ആരതി ഒഴിയുവാണ്. അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ നിന്ന് കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാണുന്നത് രാമസ്വാമി ക്ഷേത്രമാണ്. സമയമില്ലാത്തത് കൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. ഇവിടെ എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അവർ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫ്രഷായി ലഞ്ചൊക്കെ കഴിച്ച ശേഷം നമ്മൾ കല്യാണ ഹാളിലേക്ക് പോവാണ്. ഇവിടെ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് 7:30 ആയപ്പോൾ റിസപ്ഷൻ സ്റ്റാർട്ടായി. ചെക്കനെയും പെണ്ണിനെയും വെൽക്കം ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. Now it's wedding time. ഇപ്പോൾ ടൈം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ കല്യാണ ചടങ്ങുകളൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ്.
അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, എന്തൊക്കെയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കല്യാണ പെണ്ണിൻ്റെ സിസ്റ്റർ തളികയിൽ അരിയും തേങ്ങയും അതിൻ്റെ മുകളിലായിട്ട് താലിമാലയും ഉണ്ട്, അതെല്ലാവരുടെ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവരും അത് തൊട്ട് തലയിൽ വെച്ച ശേഷം അരിയെടുത്ത് കയ്യിൽ പിടിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ മുഹൂർത്ത ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കല്യാണ ചെക്കൻ താലിമാല പിടിച്ച് എല്ലാവരെയും കാണിച്ച ശേഷം പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. താലി കെട്ടിക്കഴിഞ്ഞ ശേഷം അരിയിടാനായിട്ട് എല്ലാവരും സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പം നല്ല രസകരമായ ആചാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെക്കനും പെണ്ണും തലയിൽ അരിയിട്ട് കളിക്കുക ചെയ്യുന്നത്. ഇനി പരസ്പരം പൂമാല ഇട്ടെടുത്ത ശേഷം ചെക്കൻ പെണ്ണിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി ആകാശത്ത് ഒരു നക്ഷത്രം കാണിച്ചു കൊടുക്കുക അത്രേ. അപ്പോൾ ഇതോടുകൂടി കല്യാണത്തിൻ്റെ ചടങ്ങുകൾ അവസാനിച്ചു. ഇനിയിപ്പോൾ ഫോട്ടോ സെക്ഷനാണ്. ഇതൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുത്തയക്കുന്ന ഫ്രൂട്ട്സും നട്ട്സും സ്വീറ്റ്സും ഒക്കെയാണ്. ഇപ്പം സമയം 12 മണിയായി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരുപ്പതിയിലെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് റെസ്റ്റ് ഡേ. കല്യാണം കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്ന് കഥ പറച്ചിലാണ്. കല്യാണത്തിന് വന്നുകൊണ്ട് നമുക്ക് കിഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മോർണിംഗ് 4:15 തന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് സുല്യ വഴിയാണ്. അതാകുമ്പോൾ 2 hours നേരത്തെ നമുക്ക് വീട്ടിലെത്താൻ സാധിക്കും. പോകുന്ന വഴിക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വണ്ടിയിൽ വെക്കുന്നുണ്ട്.
ഇനി ക്വാറൻറ്റൈൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അറൗണ്ട് 7 o'clock ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.